ഇബ്രാഹിം നബി അലൈഹിസ്സലാമയുടെ കാലടിപ്പാടുകൾ കണ്ടിട്ടുണ്ടോ? ഇതാണത്. വിവരിക്കാം. 1. കഅബക്ക് തൊട്ടടുത്താണ് ഇത് സ്ഥിതി ചെയ്യുന്നത്, മസ്ജിദുൽ ഹറമിൽ തന്നെ. 2. ആയിരക്കണക്കിന് വർഷങ്ങളായി അതവിടെ സ്ഥിതി ചെയ്യുന്നു. ആദ്യം മറച്ചു വെച്ചിരുന്നില്ല, പിന്നീട് സുരക്ഷയ്ക്ക് വേണ്ടി ഗ്ലാസും ഗോൾഡിന്റെ കേസിങ്ങും വെച്ച് അടച്ചു. 3. ഇപ്പോഴും കാലടിയുടെ ഷേപ്പും ആഴവും നമുക്ക് ക്ലിയറായി കാണാൻ കഴിയും. 4. ഇതെന്തുകൊണ്ട് വിചിത്രമാണെന്ന് ചോദിച്ചാൽ, സാധാരണ കല്ലുകൾ കട്ടിയുള്ളതായിരിക്കും. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കഅബ ഉണ്ടാക്കുന്ന സമയത്ത് ഈ കല്ലിന്മേൽ കയറി നിന്നാണ് ഉണ്ടാക്കിയത്. അത് അള്ളാഹുവിന്റെ കൽപ്പന പ്രകാരം സോഫ്റ്റ് ആവുകയും അദ്ദേഹത്തെ സഹായിക്കാൻ ഉയരുകയും താഴുകയും ചെയ്തു എന്നാണ്. 5. ഖുർആനിൽ ഈ സ്ഥലത്തെ പരാമർശിച്ചിട്ടുണ്ട്. 6. ഇതിനെ തൊടുകയോ മുത്തം വെക്കുകയോ ചെയ്യണമെന്നില്ല. അതിന്റെ പിറകിൽ നിന്ന് അള്ളാഹുവിന് വേണ്ടി 2 റക്അത്ത് നിസ്കരിക്കുക എന്ന സുന്നത്തും. കിണറിന്റെ ആളുകളെ കുറിച്ച് നിങ്ങൾക്കറിയുമോ? ഖുർആനിൽ ഇവരെ കുറിച്ച് പരാമർശിച്ചിട്ടുണ്ട്. അഷ്ഹബ് അൽ റാസ് എന്നാണ് ഇവരറിയപ്പെടുന്നത്. ഇവരുടെ അടുത്തേക്ക് അള്ളാഹു ഒരു നബിയെ പറഞ്ഞയച്ചു. നബിയുടെ പേര് ഖുർആനിൽ പറയുന്നില്ല. ഈ നബി അള്ളാഹുവിലേക്ക് അവരെ ക്ഷണിച്ചപ്പോൾ അവർ ആ നബിയെ കൊന്നുകളയുകയാണ് ചെയ്തത്. ചില തഫ്സീറുകളിൽ കിണറിലേക്ക് എറിഞ്ഞു എന്നും പറയുന്നുണ്ട്. സത്യത്തെ ഇല്ലാതാക്കി കളഞ്ഞ അവരെ അള്ളാഹു മുഴുവനായും നശിപ്പിച്ചതായാണ് ഖുർആനിൽ രേഖപ്പെടുത്തിയത്. ഒരാൾ പോലും രക്ഷപ്പെട്ടതായി അറിവില്ല. ഇന്നത്തെ കാലത്ത് ഇസ്ലാം പ്രചരണം പരിഹസിക്കപ്പെടുന്ന ഈ സമയത്ത് ഈ കഥ അള്ളാഹുവിന്റെ ദേശത്തെ നാം ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു എന്ന് ഓർമ്മിപ്പിക്കുന്നതാണ്. ഇസ്ലാമിൽ വെള്ളിയാഴ്ചക്ക് എന്താണ് ഇത്ര പ്രത്യേകത? പറഞ്ഞുതരാം. 1. ആദം നബി അലൈഹിസ്സലാമയെ സൃഷ്ടിച്ചത് വെള്ളിയാഴ്ച ദിവസമാണ്. 2. അദ്ദേഹത്തെ സ്വർഗത്തിലേക്ക് കയറ്റിയതും ഭൂമിയിലേക്ക് മാറ്റം ചെയ്യപ്പെട്ടതും വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ്. 3. ളുഹർ നിസ്കാരത്തിന് പകരമുള്ള ജുമുഅ നിസ്കാരം ഈ ദിവസമാണ്. മുഅ്മിനുകളുടെ പെരുന്നാളാണ് ജുമുഅ നിസ്കാരം എന്നാണ് ഹദീസിലുള്ളത്. 4. വെള്ളിയാഴ്ച ദിവസത്തിൽ ഏതോ ഒരു മണിക്കൂർ നമ്മൾ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്ന എന്തും അള്ളാഹു ചെയ്തു തരും. അസർ മഅരിബിന്റെ ഇടയിലെന്നും 2 ഖുതുബയുടെ ഇടയിലെന്നും അഭിപ്രായമുണ്ട്. 5. ഖിയാമത്ത് നാൾ സംഭവിക്കുകയും അത് കഴിഞ്ഞ് ഉയർത്തെഴുന്നേൽക്കുകയും വിചാരണ ചെയ്യപ്പെടലുമെല്ലാം വെള്ളിയാഴ്ചകളിൽ സംഭവിക്കുന്നതാണ്.